നമ്മൾ പുലർത്തുകയാണ്. അർജുൻ തിരികെ കയറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ നിൽക്കുകയും ചെയ്യുന്നു. ഷിരൂരിൽ അവിടെ രക്ഷാദൗത്യം അത് പുരോഗമിക്കുകയാണ്. നാവികസേനാ അംഗങ്ങൾ അവിടെ ബോട്ടിൽ എത്തിയിരുന്നു. ഒപ്പം തന്നെ ആ പരിശോധന പൂർത്തിയാക്കി അവർ തിരികെ മടങ്ങുന്നു എന്നുള്ള വിവരം കൂടിയൊക്കെ വരുന്നു. പക്ഷെ അതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ടെന്നാണെങ്കിലും സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള സംഘമാണ് അവിടെ എത്തിയിരുന്നത്. കർണാടക സർക്കാർ സ്ഥിരീകരിച്ചു, അർജുന്റെ ലോറി കണ്ടെത്തി എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്ത ഇന്ന് ഉച്ചയ്ക്ക് ന്യൂസ് 18 ആദ്യം പുറത്തുവിട്ടത്. ന്യൂസ് 18 ഈ അപകടത്തിന്റെ ഈ ദുരന്തത്തിലെ ഓരോ നിർണായകമായിട്ടുള്ള മുഹൂർത്തങ്ങളും ഓരോ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളും പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിയത്. പ്രതീക്ഷയുടെ ഓരോ കണികയും ആദ്യം നൽകിയത് ന്യൂസ് 18 ആ ന്യൂസ് 18 വേണ്ടി അവിടെ നിന്ന് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് KV ബൈജുമാണ്. അർജുന്റെ തൊട്ടരികിലേക്ക് നമ്മൾ രക്ഷാദൗത്യം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴും അവിടെ ദുർഘടമായി നിൽക്കുന്നത് ചില പ്രതികൂല കാലാവസ്ഥകളാണ്. ബൈജു, ഈ വലിയ ഒരു എക്സ്കവേറ്റർ, ഈ ലോങ് ആം ബൂം എക്സ്കവേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ആ മണ്ണിന്റെ ഒരു പ്രകൃതിയും ഇടിഞ്ഞു വീണ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ. പുഴയോട് ചേർന്ന് ഒരു കൃത്യമായി ബലം കൊടുത്ത് നിൽക്കാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം ഇല്ലായ്മ കൂടിയുണ്ട്. അത് തടസ്സമാകുന്നുണ്ടോ? ഒപ്പം ഈ പെയ്യുന്ന മഴ അത് കൂടുതൽ ദുർഘടമാക്കുന്നുണ്ടോ രക്ഷാദൗത്യം? ബൈജു, അവിടെ മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? മഴ രക്ഷാദൗത്യത്തിനോ അല്ലെങ്കിൽ ആ എക്സ്കവേറ്ററിന്റെ ഒക്കെ പ്രവർത്തനത്തിനോ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? എന്തോ ശക്തമായ മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം മഴയിലും ഈ നേവിയുടെയും മറ്റും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. ചെറിയ ഒരു ഇടവേള പുറത്തേക്ക് നാവികസേന വരുന്നതല്ലാതെ പൂർണ്ണമായും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നാവികസേനയുടെ ഒരു സംഘം നമുക്കിപ്പോൾ കരയിലേക്ക് വരുന്നത് കാണാം. അവർ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഏതായാലും കൂടുതൽ സംഘങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി അവരായിരിക്കും ഇത് ബാക്കി തെരച്ചിൽ നടത്തുക. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ലോറിക്കകത്ത് സൂക്ഷ്മമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന് മുങ്ങൽ വിദഗ്ധർ വരേണ്ടതുണ്ട്. അർജുനെ പുറത്ത് എത്തിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ ലോറി പുറത്തേക്ക് വലിച്ചെടുക്കുന്ന മറ്റ് ദൌത്യങ്ങളിലേക്ക് ഏർപ്പെടുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അർജുന്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിനായിരിക്കാം ഒരുപക്ഷെ നാവികസേനയുടെ 15 സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഉടൻ തന്നെ ഇവിടെ എത്തും. അതിനായിരിക്കാം ഇനി കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പ് ഇനി ഏതാനും മിനിറ്റുകൾ മതി. ആ സംഘം എത്തുന്നതോടുകൂടി ഇതിൽ മുങ്ങൽ വിദഗ്ധന്മാർ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു സംഘമാണ് പുറപ്പെട്ടിട്ടുള്ളത്. ഈ ദൌത്യം തുടങ്ങിയതിനു ശേഷം ഇത്രയും വലിയൊരു സംഘം വരുന്നത് ഇത് ആദ്യമായി എന്നാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ലോറിയാണെന്ന കാര്യത്തിൽ 2 സ്ഥിരീകരണം വന്നിരിക്കുന്നു, റവന്യൂ മന്ത്രിയുടെയും ഒപ്പം പോലീസിന്റെയും. ഇനി അർജുനെ കണ്ടെത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരണം. അതിനാണ് കാത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടതും അതുതന്നെയാണ്. എൽദോ, ആ കാത്തിരിപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രാർത്ഥനയും കാത്തിരിപ്പും എല്ലാം ചേർന്ന് അർജുന്റെ അടുക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നും അർജുനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ പുലർത്താം. അത്രമാത്രം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു മലയാളികൾ അർജുന്റെ മടങ്ങി വരവിനായി. അർജുൻ കോഴിക്കോടെ വീട്ടിലേക്ക് തിരികെ എത്തുന്നത് കാത്തിരുന്ന മലയാളികൾ അത് ഒറ്റ മനസ്സോടുകൂടി കാത്തിരുന്നതാണ്. മലയാളികളുടെ ഒരു ഐക്യം പ്രകടമാകുന്ന തരത്തിലായിരുന്നു അർജുന് വേണ്ടിയുള്ള ആ രക്ഷാദൗത്യം. അത് ഷിരൂരിൽ പുരോഗമിച്ചത് ആരെയും അത്ഭുതപ്പെടുത്തും വിധത്തിലായിരുന്നു. മലയാളികളുടെ ആ ആഗ്രഹവും പ്രതീക്ഷയും ഉത്സാഹവും എല്ലാം. എന്നാലും ലോറി കണ്ടെത്തി എന്നുള്ള സ്ഥിരീകരണം അത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് എത്തിയത്. ആദ്യം ന്യൂസ് 18 ലോറി കണ്ടെത്തി എന്നുള്ള സ്ഥിരീകരണം പ്രേക്ഷകരിലേക്ക് എത്തി. പിന്നാലെയാണ് കർണാടക റവന്യൂ മന്ത്രി അർജുന്റെ ലോറി കണ്ടെത്തിയിട്ടുണ്ട്, അത് വെള്ളത്തിൽ ഉണ്ട്, പുഴയിലുണ്ട് എന്നുള്ള ട്വീറ്റ് എക്സിൽ പങ്കുവെക്കുന്നത്. അത് തുടർന്നുള്ള തെരച്ചിലുകൾ അത് പുരോഗമിക്കുകയാണ്. രക്ഷാദൗത്യത്തിനായി നാവികസേനയുടെ കൂടുതൽ സംഘം അവിടേക്കെത്തി. കൂടുതൽ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡൈവർമാരെ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുന്നത്. ആ രക്ഷാദൗത്യത്തിന്റെ പ്രക്രിയകൾ, അതിന്റെ നടപടികളൊക്കെ പുരോഗമിക്കുന്നു. അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന് നമുക്ക് കരുതാമെന്നാണെങ്കിലും ഈ ലോറി ഉയർത്തുക അല്പം ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അതിനു മുമ്പ് തന്നെ അർജുനിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ശ്രമമായിരിക്കും ഈ സ്കൂബ ഡൈവേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. സ്കൂബ ഡൈവേഴ്സ് ആ ലോറിയുടെ ക്യാബിനിലേക്ക് എത്തി അവിടെ ഒരു ക്ലിയർ വിഷൻ ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. അതിന്റെ ഒരു വിവരങ്ങൾ
എന്താണ് അതിൽ നിന്ന് താഴേക്ക് മുങ്ങിച്ചെന്ന ആ സ്കൂബ ഡൈവർ നൽകുന്ന റിപ്പോർട്ട് എന്നതനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്. എന്നാലും നേവിയുടെ സംഘം കൂടുതൽ സംഘം അവിടേക്ക് എത്തുന്നുണ്ട്, കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നുണ്ട് രക്ഷാദൗത്യത്തിനായി. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അർജുനെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് തന്നെ അർജുനിലേക്ക് നമ്മൾ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ സ്ഥിരീകരണം ഒപ്പം നേരത്തെ കാർവാൽ MLA നൽകിയിരുന്നു. രാത്രി വൈകിയും തെരച്ചിലുണ്ടാകും, രാത്രിയിലും തെരച്ചിൽ നടത്തുമെന്ന് കാർവാൽ MLA സതീഷ് ജയിൽ വ്യക്തമാക്കിയിരുന്നു. സതീഷ് ജയിലിന്റെ വാക്കുകൾ അത് നമുക്ക് വലിയ പ്രതീക്ഷ, ആഗ്രഹവും ആശ്വാസവും ഒക്കെ പകരുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പോലീസിന്റെ സ്ഥിരീകരണവും പിന്നാലെ എത്തി. ട്രക്ക് അത് അർജുന്റേത് തന്നെയാണ്, ആ പുഴയുടെ ഇറമ്പലായി കിടക്കുന്നത് അത് അർജുന്റെ തന്നെയാണ് എന്നുള്ള വിവരം വരുന്നു. എന്നാണല്ലോ നാവികസേനയുടെ സോണാർ പരിശോധനയിലാണ് ആദ്യം ഈ ട്രക്കിന്റെ സാന്നിധ്യം അത് തിരിച്ചറിയുന്നത്. 2 പോസിബിലിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, 2 കോണ്ടാക്ട് പോയിന്റുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 2 കോണ്ടാക്ട് പോയിന്റുകളെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഏറ്റവും ഒടുവിൽ അർജുന്റെ ലോറിയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ചെളിയുണ്ട്, വലിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം അത് കലങ്ങി മറിഞ്ഞ അവസ്ഥയിലാണ്. ഈ കലങ്ങി മറിഞ്ഞ് വെള്ളം ഒഴുകുന്ന സാഹചര്യത്തിൽ ആ ലോറിയിലേക്ക് എത്തുക എന്നുള്ളത് എത്രത്തോളം ദുഷ്കരമായിട്ടുള്ള ദൗത്യമാണ് നമുക്കറിയാം. ആ ദൗത്യത്തിലേക്ക് നാവികസേനയുടെ അംഗങ്ങൾക്ക് എത്രമാത്രം കഴിയുമെന്നുള്ളതൊക്കെയാണ് നമുക്ക് കാത്തിരുന്നറിയേണ്ടത്. പക്ഷേ വളരെ വേഗത്തിൽ, ഏറ്റവും അടുത്ത മണിക്കൂറിൽ, ഏറ്റവും അടുത്ത സമയങ്ങളിൽ തന്നെ നമ്മുടെ അർജുനിലേക്ക്, ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്തിയേ മതിയാകൂ. അതിനുള്ള ശ്രമങ്ങൾ അതിപ്പോൾ 9 ദിവസമായി അർജുനായുള്ള കാത്തിരിപ്പ്. ഈ 9ാം ദിവസമാണ് ആ ലോറി കണ്ടെത്തുന്നത്. 9ാം ദിനത്തിലാണ് ആ ലോറിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്.